ഇത് കിട്ടിയവരെല്ലാം ഭക്ഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മുൻകാലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മൻസൂർ വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇതെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഇപ്പൊ മൻസൂറിന്റെ പുറകിൽ ഓടുക. മൻസൂർ വേറൊരു സ്ഥലത്താണ്. പക്ഷേ മൻസൂറിനെ ഈ ഇരകളെ കൊണ്ട് എത്തിച്ച ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട്. അവരെ എന്തുകൊണ്ടാണ് നിയമം ഉന്നം വെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരതിന്റെ കമ്മീഷൻ എടുത്ത് അതിന്റെ കാശ് വാങ്ങി മുട്ടൻ വീട് വെച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വസ്തു വാങ്ങിച്ച് വളരെ വിടർന്ന് വിലസി ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുക്കളുമായി ഈ നാടുകളെ മൊത്തം നടന്നു. എന്ന് മാത്രമല്ല, എന്റെ ഓർമ്മയിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിന്റെ ദേവാലയങ്ങൾ ഇത്തരം ഒരു കാര്യത്തിന് മറയാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൽ ഒരുപാട് ആളുകൾ വിശ്വസിച്ചു. അന്നൊക്കെ നമ്മളിത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ നാലാവാണിയന്ത്രം എല്ലാവരും കൂടെ നടത്തി കളഞ്ഞേനെ. ഞങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുമ്പോൾ തടയാൻ വരുന്നോ എന്നാണ് ചോദിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നടക്കുന്ന ഒരു വ്യവസായമായിരുന്നില്ല. ഇത് പൂർണ്ണമായും തട്ടിപ്പ് നിറഞ്ഞ ഒരു സംഗതിയാണ്. ഭൂമിയിലും ആകാശത്തും സ്വർഗത്തിലും വരെ തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് മൻസൂർ നടത്തിയിട്ടുള്ളത്. മൻസൂറിന് ഒരുപാട് പ്രോക്സി ഏജന്റുമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ബ്രോക്കർമാരായിരുന്നു. ഇവരെല്ലാം ഇതിന്റെ ലാഭം അടിച്ചു. ഏതൊരു വ്യവസായത്തിലും നമുക്കറിയാം, ആ വ്യവസായത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ആനുപാതികം ഒന്നും കണക്കിലെടുക്കാതെ കൂടുതൽ ഇരകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വാരിക്കോരി ലാഭം നൽകി. ആ ലാഭത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു.